മുതലയുള്ള ഒരു ലേക്ക്, അതിൽ മുതല ഉണ്ട് എന്ന് നിനക്കറിയാം. ലേക്കിലേക്ക് എടുത്തു ചാടിയാൽ മുതല തിന്നും എന്ന് നിനക്കറിയാം. പക്ഷെ നിനക്ക് ആ ലേക്കിനോട് ഇഷ്ടം തോന്നാതിരിക്കുമോ? ഇഷ്ടം കുറയുമോ? അതുപോലെയാണ് എനിക്ക് നിന്നോടുള്ള സ്നേഹം. നീയാണ് ആ ലേക്ക്, സമൂഹമാണ് മുതല. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ സമൂഹത്തെ പേടിച്ചാണ് നമ്മൾ ഈ ഇഷ്ടം ഫോർവേഡ് ചെയ്ത് ഒരു കല്യാണത്തിലേക്ക് എത്തിക്കാത്തത്. ഇതാണ് ഗബ്രി പറഞ്ഞത്. ചില കാര്യങ്ങൾ പറയാതെ പറഞ്ഞു, മനസ്സിലായ കാര്യങ്ങൾ ഞാൻ കൂടിച്ചേർത്താണ് പറഞ്ഞത്. ഗബ്രി ഇപ്പോ ജാസ്മിനോട് പറഞ്ഞ എക്സാക്ട് വാക്കുകളാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ജാസ്മിൻ പറയുന്നു, നീ ഇങ്ങനെയൊക്കെ പറയുന്നതാണ് പ്രശ്നം, ക്ലാരിറ്റി വരുത്തുന്നില്ല എന്നതാണ് ജനങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നുണ്ട്. പുറത്തുനിന്ന് 6 പുതിയ ആളുകൾ വന്നതിൽ പിന്നെ ആകെ സമനില തെറ്റിയ മട്ടാണ് രണ്ടെണ്ണത്തിനും. ആൻസൈറ്റി, സ്ട്രെസ്, മെന്റൽ ടെൻഷൻ ഇതെല്ലാം അനുഭവിക്കുന്നുണ്ട്. ഒന്നോർത്താ കഷ്ടം തോന്നും, പക്ഷെ സഹതാപം തോന്നുന്നില്ല ഇവരോട്. ഗബ്രിക്ക് ഇഷ്ടവും പ്രണയവും ഒക്കെ 2 ഡിഫറെന്റ് കാര്യങ്ങളാണെങ്കിൽ എനിക്ക് കഷ്ടവും സഹതാപവും വേറെ കാര്യങ്ങൾ തന്നെയാണ്. ഇവരായിട്ട് വരുത്തി വെച്ച വിനയാണ് ഇത്. ഇവർക്കായിട്ട് മാത്രമേ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അല്ലെ പിന്നെ ഇവരിൽ ഒരാൾ ഔട്ട് ആവണം. അത് നടക്കുമെന്നും തോന്നുന്നില്ല. കാരണം കോംബോ ഫാൻസ് ഉണ്ട്, ഇപ്പം അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിലുണ്ട്. എന്തായാലും വൈൽഡ് കാർഡുകൾ വന്നിട്ടും ജബ്രി കോംബോയ്ക്ക് ഒരു അന്ത്യമില്ലാത്തത് ബിഗ് ബോസിന്റെ കഴിവിനും ശക്തിക്കും ഒക്കെ ഒരു അപമാനമായിട്ടുള്ള കാര്യമാണ്. ബിഗ് ബോസ് അവിടെ തലേ കൈവച്ചിരിക്കുമായിരിക്കും. കാരണം പല പ്രമുഖന്മാരും പ്രഡിക്റ്റ് ചെയ്തിരുന്നു വൈൽഡ് കാർഡുകളുടെ വരവോടുകൂടി ജബ്രി കോംബോ അവസാനിക്കും എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ നടന്നില്ല. ഇനിയും ഇതേ പരിപാടി തന്നെ തുടരും. കടിയും നക്കലും കെട്ടിപ്പിടുത്തവും കൊച്ചു വർത്താനവും ഒക്കെ ആയിട്ട്. ഇതൊക്കെ കാണാൻ നമ്മുടെ ജീവിതം ഇനിയും ബാക്കി.